പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. കർക്കിടകം സ്പെഷ്യലായിട്ടുള്ള ഉലുവ പാലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ട്, അതുപോലെ തന്നെ നടുവേദന, ഇതൊക്കെ കുറയ്ക്കാനായിട്ട് ഉലുവ സഹായിക്കും. അത് മാത്രമല്ല കേട്ടോ, ഒരുപാട് ഗുണങ്ങളുണ്ട് ഉലുവയ്ക്ക്. അപ്പോൾ നമുക്ക് ഈ ഉലുവ പാലിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ ഉലുവാപ്പാൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ഉലുവയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഞാനൊരു 2 ഗ്ലാസ് ഉലുവാപ്പാലാണ് ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. അതിൻ്റെ അളവാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഉലുവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കണം. ഉലുവ ഒരു 4 മണിക്കൂറെങ്കിലും കുതിരാനായിട്ടൊന്ന് മാറ്റി വെക്കണം. ഞാനിപ്പോൾ ഒരു രാത്രി മുഴുവനായിട്ടിത് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനിത് രാവിലെയാണ് തുറന്ന് നോക്കുന്നത്. നമ്മുടെ ഉലുവക്കത നല്ല പോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ ഉലുവ കുതിരാനായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ ഒരു വെള്ളത്തോട് കൂടെ തന്നെ ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊരു 3 വിസിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഉലുവ കുതിർത്തെടുത്ത വെള്ളവും പിന്നെ ഒരു എക്സ്ട്രാ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഞാൻ ഗ്യാസ് അടുപ്പിലേക്ക് വേവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാലൊന്ന് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി മിക്സി ജാറിലേക്ക് ഞാനൊരു 2 കൈപ്പിടിയോളം ചിരവിയ തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ശേഷം ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നങ്ങ് അടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഒരു തുണി വിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ഇതുപോലെ തുണിയിൽ പിഴിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് നല്ല പോലെ തന്നെ തേങ്ങാപ്പാൽ മുഴുവനായിട്ട് നല്ല രീതിക്ക് കിട്ടും. അപ്പോൾ ഇതാ ഉലുവ പാലിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഒരച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ഗ്ലാസ് അളവിലാണ് ഉലുവാപ്പാൽ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരച്ച് ശർക്കര മതിയാവും. നിങ്ങൾക്കിപ്പോൾ കൂടുതൽ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലും ശർക്കരയൊക്കെ അതിനനുസരിച്ച് കൂട്ടിയെടുക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലും ശർക്കരയൊക്കെ റെഡിയാക്കിയെടുത്ത ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉലുവയും ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചൂടാറി വന്ന് കഴിയുമ്പോൾ നമുക്കിതൊരു മിക്സി ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് ഒന്നങ്ങ് അരച്ചെടുക്കണം. ഉലുവ ഒന്നങ്ങ് അരച്ചെടുത്ത് കഴിയുമ്പോൾ ഇത് കണ്ടില്ല നല്ല പോലെ തന്നെ തിക്കായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ പകുതി ഭാഗത്തോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമ്മളിതിലേക്ക് തേങ്ങാപ്പാലും ശർക്കര പാനിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് കുടിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഉലുവയുടെ ആ ഒരു കയ്പൊന്നും അറിയില്ല. അടിച്ചെടുത്ത ഉലുവ നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സി ജാറിൽ കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് കുറച്ചൊരു തിക്കായിട്ടുള്ള പരുവത്തിലാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ചുകൂടെ ലൂസായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുത്ത് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ശർക്കരപ്പാനി കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് ലൂസായിട്ട് കിട്ടും. ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കൂടുതൽ തിക്കായിട്ടാണ് ഉള്ളതെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ ഇത് ഒരു പാകത്തെ തിക്കായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി തേങ്ങാപ്പാലൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ കൂടുതൽ മധുരവും അതുപോലെ തന്നെ കൂടുതൽ ലൂസൊക്കെ വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ചുള്ള ശർക്കര പാനിയും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ഒന്ന് വറുത്ത് അതൊന്ന് പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമുക്കിത് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഉലുവ പാലിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതങ്ങനെ ഒരുപാട് കയ്പോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്.